ഗേൾസ്, നമ്മളുടെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ വെറും 3 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ആ 3 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള കിഡിലൻ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് ചാനൽ ഈസി മാത്സ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആനുവൽ എക്സാമിനേക്ക് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ചാനലാണ് കേട്ടോ. ഇത് ത്രൂ ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്, ഇപ്പോൾ തന്നെ നമ്മൾ 3000-ഓളം അടുത്തിട്ടുണ്ട് നമ്മളുടെ കുട്ടികളുടെ എണ്ണം. അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് മാത്സ് വാട്സപ്പ് ചാനൽ എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും പഠിക്കാം കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. There are 35 children in a class. 3/5 of them are girls. How many girls are there in the class? മലയാളം എനിക്ക് കൊടുക്കാൻ മറന്നു കേട്ടോ. അതായത് 35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? 35 കുട്ടികളുള്ള ക്ലാസ്സിൽ 35ന്റെ 3/5 ഭാഗമാണ് പെൺകുട്ടികൾ. ഓക്കെ, അല്ലെങ്കിൽ 3/5 ഓഫ് 35 ആണ് എന്ത്, നമ്മളുടെ ഗേൾസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ഗേൾസ് ഉണ്ട്? അങ്ങനെ നിങ്ങളോട് ചോദിക്കൂ കേട്ടോ. ഇതിൻ്റെ എത്ര ഭാഗമാണ്, അങ്ങനെയെങ്കിൽ എത്ര ആൾക്കാരുണ്ട്? ഇതിൻ്റെ എത്ര ഭാഗമാണ് മറ്റേത്, അങ്ങനെയെങ്കിൽ അതിലെത്ര ആൾക്കാരുണ്ട്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ഒന്നും ചോദിക്കേണ്ട, നിങ്ങൾ ഇതിൻ്റെ ഭാഗം കാണാൻ അല്ലെങ്കിൽ മടങ്ങ് കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ എത്ര മടങ്ങാ, ഇതിൻ്റെ ഇത്ര ഭാഗം കാണുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്ര മടങ്ങ് കാണുക നിങ്ങളോട് പറഞ്ഞാൽ ഇത്രേ പണിയുള്ളൂ. നേരെ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 3/5 ഇൻറ്റു 35 ചെയ്താൽ മതി. എങ്ങനെയാണ് ഗുണിക്കുക? ഒന്നുമില്ല, മുകളിലുള്ള നമ്പർ, അതായത് 2 ഫ്രാക്ഷൻസ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഫ്രാക്ഷൻ അല്ലാത്തതുകൊണ്ട് ബൈ 1 എന്നിട്ടേ, നോ പ്രോബ്ലം. ഈ മുകളിലുള്ളവന്മാരെ തമ്മിൽ ഗുണിക്കുക. 3 × 35 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 5 15 1 ഉണ്ടാവും. 3 × 3 9 ആണ്. 105 ഡിവൈഡഡ് ബൈ 5 × 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. ഇനി ഹരിച്ചാൽ എത്ര കിട്ടും? 21. അതായത് എത്ര ഗേൾസ് ഉണ്ടാവുക? 21 ഗേൾസ് ഉണ്ടാവുക. ഇത്രേ പണിയുള്ളൂ. ഇതിൻ്റെ ഇത്ര ഭാഗം കാണുക, ഇതിൻ്റെ ഇത്ര മടങ്ങ് കാണുക, ഇതിൻ്റെ ഇത്ര ടൈംസ് കാണുക, ഇതിൻ്റെ ഇത്ര പാർട്ട് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരെ അങ്ങോട്ട് പോയിട്ട് ഗുണിച്ചാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എ വാട്ടർമെലൺ weighing 4 kilograms is cut into 5 equal pieces and 1 piece is halved, what is the weight of each of those 2 pieces in kilogram? ഇത്രേ ഉള്ളൂ. മലയാളം മേടിക്കാർ ഡോണ്ട് വെറി, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വത്തക്കയുണ്ട് നമ്മളുടെ കയ്യിൽ, തണ്ണിമത്തൻ. ഈ തണ്ണിമത്തൻ ഞങ്ങളെ നാട്ടിലൊക്കെ വത്തക്ക എന്ന് പറയില്ല, നിങ്ങൾക്ക് തണ്ണിമത്തനായിരിക്കും മേ ബി. ഓക്കെ, അപ്പോൾ ഈ തണ്ണിമത്തൻ നമ്മൾ എന്ത് ചെയ്തു? തണ്ണിമത്തൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു തണ്ണിമത്തൻ ഉണ്ട്. ആ തണ്ണിമത്തൻ്റെ വെയിറ്റ് എത്രയാണ്? 4 kg, 4 കിലോഗ്രാം ആണ് എന്ത്, നമ്മളുടെ തണ്ണിമത്തൻ്റെ വെയിറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഈ ഒരു തണ്ണിമത്തനെ 5 പീസസ് ആയിട്ട് മുറിക്കുന്നു. 1 2 3 4 and 5. ഓക്കെ, 5 ഈക്വൽ പീസസ് ആയിട്ടാണ് മുറിക്കുന്നത്. എന്താണ്? 5 ഈക്വൽ പീസസ് ആയിട്ട് ഈ ഒരു തണ്ണിമത്തനെ നമ്മൾ മുറിക്കുന്നു. ഓക്കെ, 5 ഈക്വൽ പീസസ് ആയിട്ട് മുറിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പീസിൻ്റെ വെയിറ്റ് എത്രയാ? അതുപോലെ തന്നെ ഈ ഒരു പീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ഒരു പീസ് എടുത്തിട്ട് അതിനെ പിന്നെയും പകുതിയാക്കുന്നു. ഓക്കെ, ഇതിൽ പിന്നെയും ഒരു പീസ് എടുത്തിട്ട് ആ പീസിനെ പകുതിയാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എത്ര? എന്താ ചെയ്തത്? 4 കിലോഗ്രാം ഉള്ള ഒരു തണ്ണിമത്തൻ ഉണ്ട്. അതിനെന്ത് ചെയ്തു? ഇവർ 5 ഈക്വൽ പീസസ് ആക്കിയാൽ ഒരു പീസിന്റെ വെയിറ്റ് എത്ര നമ്മൾ പറയണം. അതുപോലെ തന്നെ അതിൽ നിന്ന് ആ 5 പീസസിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് അതിനെ പകുതിയാക്കിയാൽ അതിലൊന്നിന്റെ വെയിറ്റ് എത്ര, ഇതും നമ്മൾ പറയണം. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഇത്രയേ ഉള്ളൂ. 4 കിലോഗ്രാമിന് 5 പീസാക്കുകയാണെങ്കിൽ 4 കിലോഗ്രാമിനെ 5 പീസാക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4നെ 5 പീസസ് ആക്കി. അങ്ങനെയെങ്കിൽ ഒന്നിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4/5 ആയിരിക്കും. എന്താണ്? 4നെ 5 പീസസ് ആക്കിയാണെങ്കിൽ ഒന്നിൻ്റെ വെയിറ്റ് 4/5 കിലോഗ്രാം. 4/5 4/5 4/5 4/5 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ, 5ന് 6 പീസാക്കി എന്ന് പറഞ്ഞാൽ 5/6, 7ന് 8 പീസാക്കി എന്ന് പറഞ്ഞാൽ 7/8, 8ന് 10 പീസാക്കി എന്ന് പറഞ്ഞാൽ 8/10 ആണ് ഇതിൻ്റെ വെയിറ്റ്. റെഡി? ഇനി അടുത്തത്, ഇതിനെ വീണ്ടും പകുതിയാക്കി.
ഓക്കെ, 4/5 വീണ്ടും പകുതിയാക്കി. അങ്ങനെയെങ്കിൽ ഒന്നിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? 4/5 പകുതിയാക്കി ഹരിക്കണം എന്ത് ചെയ്തു? 2. നമുക്ക് 4/5 പകുതിയാക്കി 2 കൊണ്ട് ഹരിച്ചു. അങ്ങനെയെങ്കിൽ ഒന്നിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ഇതാ ഇത്രയേ ഉള്ളൂ. 4/5 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2/1 എന്ന് ഇതിനെ എഴുതും. എങ്ങനെയാണ് ആ ഫ്രാക്ഷനുകളെ തമ്മിൽ ഹരിക്കുക? ഇത്രയേ ഉള്ളൂ. 4/5 ഗുണിക്കണം രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? ദാറ്റ് ഈസ് 1/2. അതായത് എന്തായിരിക്കും? 4 × 1 4 5 × 2 10. 4/10 അല്ലെങ്കിൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/5 ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2/5 ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 കിലോഗ്രാമിന് ഇത്ര പീസസ് ആക്കിയാൽ ഒന്നിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടു. അതിനെ പിന്നെ 2 പീസാക്കി, ഹാഫ് ആക്കി എന്ന് പറയുമ്പോൾ 2 പീസാക്കിയാൽ അതിൻ്റെ വെയിറ്റ് നമ്മൾ എന്താ ചെയ്തത്? 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ദാ ഇത്രയേ ഉള്ളൂ. തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. നമ്മൾ ഏത് 2 ഫ്രാക്ഷനെയും ഹരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചിട്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇതാ ഇതും കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങളത് കഴിഞ്ഞു കേട്ടോ. അതായത് 1/5 × 1/8 നമ്മൾ ചതുരങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാൻ പറയും. ഓക്കെ, ചതുരങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ചതുരം ആദ്യം അങ്ങോട്ട് വരയ്ക്കാം. ഒന്നും ആലോചിക്കേണ്ട ഒരു ചതുരം അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 1/5 അടയാളപ്പെടുത്തണം. 1/5 എന്ന് പറഞ്ഞാൽ 5ൽ 1 ഭാഗം. 1/5 എന്ന് പറഞ്ഞാൽ എന്താ? 5ൽ 1 ഭാഗം. എന്താണ്? 5ൽ 1 ഭാഗമാണ് 1/5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ഭാഗങ്ങളാക്കുന്നു. 5ൽ 1 ഭാഗം. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള 5 ഭാഗങ്ങൾ അങ്ങോട്ട് ആക്കി കൊടുക്കുക. എൻ്റെത് ഈക്വൽ അല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള 5 ഭാഗങ്ങളാക്കി കൊടുക്കുക. ഈ 5 ഭാഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നിനെ അങ്ങോട്ട് കളർ കൊടുക്കുക. ഓക്കെ, ഇതാണ് എന്ത്? ഇതാണ് നമ്മളുടെ 1/5 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആദ്യം അടയാളപ്പെടുത്തേണ്ടത്. 1/5 എന്ന് പറഞ്ഞാൽ എന്താ? 5ൽ 1 ഭാഗം. അത് അടയാളപ്പെടുത്തിയേ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ 1/8 കൂടി അടയാളപ്പെടുത്തണം. ഈ ഒരു കളർ ഇതിൻ്റെ 1/8. 1/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8ൽ 1. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? 8 ഈക്വൽ ഭാഗങ്ങളാക്കുന്നേ. 1 1 2 4 5 6 8. 8 ഈക്വൽ ഭാഗമാക്കി അതിൽ 1 കളർ ചെയ്തു. ഇതാണ് എന്ത്? 1/5 × 1/8. സിമ്പിൾ. മിസ് വേറെ ഒന്നുകൂടെ കാണിച്ചു തരാം. 2/4 × 3/6. ഇതിനെനിക്ക് വരയ്ക്കണം. എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ചതുരം വരയ്ക്കും. ആദ്യം നമ്മൾ എന്തിനാണ് അടയാളപ്പെടുത്തേണ്ടത്? ഇവനെയാണ് അടയാളപ്പെടുത്തേണ്ടത്. ആരാണ്? ഈ ഒരു 2/4 അടയാളപ്പെടുത്തേണ്ടത്. 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ൽ 2 എന്നർത്ഥം അല്ലേ? 2/4 എന്ന് പറഞ്ഞാൽ 4ൽ 2 എന്നർത്ഥം. 4ൽ 2 എന്ന് പറയുന്നത് എന്താടാ? 4 ഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം. 4 ഭാഗങ്ങളാക്കിയതിൽ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളാക്കുക. അതിന് 2 എണ്ണത്തിന് കളർ കൊടുക്കുക. ഇതാണ് 4ൽ 2. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക? 4ൽ 2. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ 3/6 ആക്കണം. അതായത് 6ൽ 3 ആക്കണം. 6 ഭാഗങ്ങളാക്കിയതിൽ 3. ഇനി 6 ഭാഗങ്ങളാക്കുകയാണേ. അതിൽ 3 എണ്ണം എനിക്ക് കളർ ചെയ്യണം. 3 എണ്ണം കളർ എന്ന് പറഞ്ഞാൽ 1 2 3. അപ്പോൾ ഇത് കളർ ചെയ്യാം. ഓക്കെ, ഇത് കളർ ചെയ്തു. ഇതാണെന്ത്? നമ്മളുടെ 2/4 × 3/6. റെഡി? അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഈ ഒരു എക്സാം കളറാക്കിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മിസ്സിന് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മളുടെ സൂപ്പർ ബാച്ചിൻ്റെ ക്ലാസ് 8 സൂപ്പർ ബാച്ചിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക കേട്ടോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മക്കൾ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രം, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 4999 ബാച്ച് 3799 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം എമൗണ്ട് അടിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു കൊല്ലത്തേക്കുള്ള ഫീ ആണ് കേട്ടോ. ഇപ്പോൾ എമൗണ്ട് ഒന്നും അടിക്കേണ്ട. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു ഓഫർ ലോക്ക് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങ് പോരുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. സോ ഏപ്രിൽ 6 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ് 8
ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.